Stuck in the dream, so I'll keep sleeping. So numb, I feel no pain at all. So let's just free fall off the deep end. One night, one chance, let's go. So can we take just a moment? Can we take just a moment with you right next to me? So can we take just a moment? Can we live in the moment right now? You're all that I need. I don't wanna wake up. Don't wanna wake up. Don't wanna wake up. I don't wanna wake up. Don't wanna wake up. I don't wanna wake up. रूठी है शब्द रब्बा, रब्बा दिल भी है रूठा। सब कुछ है बिखरा बिखरा, बिखरा सा रूठा रूठा। चुप माही चुप है रांझा, बोले कैसे वे ना जा, बोले कैसे वे ना जा जा जा। बोले कैसे वे ना जा, बोले कैसे वे ना जा। चुप माही चुप है रांझा जा जा। वे मेरा टोला नहीं आया टोला, वे मेरा टोला नहीं आया टोला, वे मेरा टोला नहीं आया टोला, वे मेरा टोला नहीं आया टोला। और अब भी खेल है खेले, रोज लगावे मेले, कहंदा कुछ ना बदला, झूठ बोले हर वेले। और अब भी खेल है खेले, रोज लगावे मेले, कहंदा कुछ ना बदला, झूठ बोले हर वेले। चुप माही चुप है रांझा, बोले कैसे वे ना जा, बोले कैसे वे ना जा जा जा। बोले कैसे वे ना जा, बोले कैसे वे ना जा। चुप माही चुप है रांझा जा जा। नी मैं रज रज हिजर मनावा, नी मैं खुद तो रस मुड़ जावा। ओ नी मैं रज रज हिजर मनावा, नी मैं खुद तो रस मुड़ जावा। कल्ली पेड़ च बैठी तेरी पीड़ में बैठी, रुसिया रांझा वे मेरा मैं भी कम न ऐठी। कल्ली पेड़ च बैठी तेरी पीड़ में बैठी, रुसिया रांझा वे मेरा मैं भी कम न ऐठी ऐठी। चुप माही चुप है रांझा, बोले कैसे वे ना जा, बोले कैसे वे ना जा जा जा। बोले कैसे वे ना जा, बोले कैसे वे ना। ജിഷ്ണുവിൻ്റെയും ദീപ്തിയുടെയും വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്കാണ് നമ്മുടെ ആയിരിക്കുന്നത്. വേദിയിലായിരിക്കുന്ന എല്ലാ വന്യ വൈദികരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജിഷ്ണുവിൻ്റെ മാതാപിതാക്കൾ, ദീപ്തിയുടെ മാതാപിതാക്കൾ,
ഇരുവരുടെയും ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹവും ബഹുമാനമുള്ള അച്ഛൻ്റെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണഭൂതനായിരിക്കുന്ന സ്വർഗീയ രാജാവേ, അനുഗ്രഹവും ശാന്തവുമായ ശനിയാഴ്ച ദിവസത്തിൻ്റെ പ്രഭാത നിമിഷങ്ങൾക്കായി നന്ദിയോടെ തിരുനാമത്തിന് മഹത്വം കരയറ്റുന്ന പരിശുദ്ധ പിതാവേ, ഈ ഹാളിൽ ഇന്ന് നടക്കപ്പെടുന്ന വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അടിയങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ ദൈവമേ, വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്ന ജിഷ്ണുവിനായും ദീപ്തിക്കായും അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ ജനന ദിവസം മുതൽ ഇന്ന് വരെയും അങ്ങയുടെ കരുതൽ, അങ്ങയുടെ കാവൽ അനുഭവിക്കുവാൻ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസ ജീവിതം നൽകി തുടർന്ന് വിവാഹപ്രായം എത്തിയപ്പോൾ യേശുവേ, അതിനുള്ള സാധ്യതകളെ അങ്ങ് നൽകുന്ന കൃപകൾക്കായി സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഇരു കുടുംബത്തിലെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മറ്റു ബന്ധുമിത്രാദികളെയും ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന വൈദിക ശ്രേഷ്ഠരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു നാഥ. അങ്ങയുടെ അഭിഷേകം അവരിലേക്ക് അങ്ങ് ചൊരിയണമേ നാഥ. ഈ പ്രത്യേകമായ ശുശ്രൂഷയിൽ ആദ്യോടന്തം തിരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പ്രിയ കുഞ്ഞുങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവോളം ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണമേ. സകല മാനവും മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാഠപുസ്തകത്തിലെ 32-ാമത്തെ ഗീതം പാടും. 32-ാമത്തെ ഗീതം. എൻ മനമേ യേശുവിനെ സ്തുതി നീ, ക്രിസ്തു യേശുവിനെ സ്തുതി നീ. എൻ മനമേ യേശുവിനെ സ്തുതി നീ. നാശമില്ല സ്വർഗവാസിയാം ദൈവ, നന്ദനാം പരമേശ്വരനായ യേശുവിനെ സ്തുതി നീ. എൻ മനമേ യേശുവിനെ സ്തുതി നീ, ക്രിസ്തു യേശുവിനെ സ്തുതി നീ. എൻ മനമേ യേശുവിനെ സ്തുതി നീ. നാഗഭൂ നരകത്രിലോക സൃഷ്ടാനര ദേഹികൾക്കൊരു നവലോകമുണ്ടാക്കും യേശുവിനെ സ്തുതി നീ. എൻ മനമേ യേശുവിനെ സ്തുതി നീ, ക്രിസ്തു യേശുവിനെ സ്തുതി നീ. എൻ മനമേ യേശുവിനെ സ്തുതി നീ. ബേതലെ ജനിച്ചു നസ്രേത്തലെ വളർന്നു, യെരൂശലേം മരിച്ചു യെശയ്യാസോടു ധരിച്ച യേശുവിനെ സ്തുതി നീ. എൻ മനമേ യേശുവിനെ സ്തുതി നീ, ക്രിസ്തു യേശുവിനെ സ്തുതി നീ. എൻ മനമേ യേശുവിനെ സ്തുതി നീ. വേദവചനപുർബോധമാവാനും ബാധകവൈരിനിപാതനവാനും യേശുവിനെ സ്തുതി നീ. എൻ മനമേ യേശുവിനെ സ്തുതി നീ, ക്രിസ്തു യേശുവിനെ സ്തുതി നീ. എൻ മനമേ യേശുവിനെ സ്തുതി നീ. 115-ാം സങ്കീർത്തനം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുന്നു. 115-ാം സങ്കീർത്തനം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയം ആകുന്നു. അഹരോൻ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയം ആകുന്നു. യഹോവ ഭക്തന്മാരെ
യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവിടെ സഹായവും പരിചയം ആകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവയെ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മരിച്ചവനും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മൊത്തം ഉണ്ടാകട്ടെ, ആദിയിലും എപ്പോഴും നിങ്ങൾ പ്രകാരം തന്നെ. ആമേൻ. ദൈവത്തിൻ്റെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പുരോഹിതരുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹിതരുടെയും ചാർച്ചക്കാരുടെയും മുൻപാകെ സി മലയൻകീഴ് ഇടവകയിൽ വസന്തം വീട്ടിൽ ശ്രീ ഗുണമണിയുടെയും ശ്രീമതി വിനിയുടെയും മകൻ ജിഷ്ണുവും, സി പേരുട്ട ഇടവകയിൽ തുഷാര വീട്ടിൽ ശ്രീ ടി ഡി സതീഷ് കുമാറിൻ്റെയും ശ്രീമതി മേഴ്സിയുടെയും മകൾ ദീപ്തിയും തമ്മിൽ വിവാഹിതരാകുവാനും ഒരു പുതിയ കുടുംബം കെട്ടിപ്പടുക്കുവാനും സമ്മതിച്ചിരിക്കുന്നു. ഈ തീരുമാനം ദൈവം അംഗീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾ രണ്ടുപേരും ദൈവ കൃപയ്ക്കായി പ്രാർത്ഥിച്ച് ഒരു പുതിയ കുടുംബ ജീവിതത്തിനായിട്ട് ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഞാൻ മാതാപിതാക്കളോടായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭയഭക്തിപൂർവ്വം നിങ്ങൾ ഉത്തരം പറയേണ്ടതാകും. ക്രിസ്തീയ വിവാഹ ആരാധനയിലൂടെ യോജിപ്പിക്കപ്പെടുന്ന കുടുംബത്തിൽ പ്രതിഷ്ഠിത വധൂവരന്മാരായി ജിഷ്ണുവും ദീപ്തിയും പരസ്പരം അംഗീകരിക്കുകയും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുമെന്ന് മാതാപിതാക്കളായ നിങ്ങൾ സമ്മതിക്കുന്നു. പറയണം. ജിഷ്ണു, ദീപ്തി എന്ന ഈ സ്ത്രീയെ നിന്റെ പ്രതിഷ്ഠിത വധുവായി സ്വീകരിക്കുന്നതിനായി നീ സമ്മതിക്കുന്നുവോ? ദീപ്തി, ജിഷ്ണു എന്ന ഈ പുരുഷനെ നിന്റെ പ്രതിഷ്ഠിത വരനായി സ്വീകരിക്കുന്നതിനായി നീ സമ്മതിക്കുന്നുവോ? ഈ മാതാപിതാക്കൾ അവരുടെ പ്രിയ മക്കൾ നടത്തിയ സമ്മതം ദൈവം അംഗീകരിച്ചു. വിവാഹ ജീവിതത്തിനായി നിങ്ങളെ ഒരുക്കി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ വസ്ത്രത്തിനായിട്ട് ഈ ആഭരണങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. സകല നീതിയുടെയും മനുഷ്യബന്ധങ്ങളുടെയും ഉടയവനായ കർത്താവെ, അവിടുത്തെ മക്കളായ ജിഷ്ണുവിനെയും ദീപ്തിയെയും ദിവ്യമായ അനുഗ്രഹങ്ങൾക്കായി അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. വിവാഹ നിശ്ചയത്തിന്റെ അടയാളമായി കൈമാറുന്ന ഈ മോതിരങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കണമേ. അബ്രഹാമിന്റെ ദാസനായ എലിയാസർ ഇസ്ഹാക്കിന് വേണ്ടി തിരഞ്ഞെടുത്ത റിബേക്കയ്ക്ക് ആഭരണങ്ങൾ നൽകിയപ്പോൾ അവിടുന്ന് സന്നിഹിതനായിരുന്നത് പോലെ ഇപ്പോഴും അങ്ങയുടെ സാന്നിധ്യത്തെ പകർന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ ഇരുവരും ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയോടും അന്യോന്യ സ്നേഹത്തോടും കൂടി വിവാഹം എന്ന ഉടമ്പടിയിലേക്ക് കടന്നു വരുവാൻ ഒരുക്കി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ അടയാളമായി കൈമാറുന്ന വസ്ത്രങ്ങളെയും ആഭരണങ്ങളെയും ആശീർവദിച്ച് നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിൽ ഞങ്ങൾ പരസ്പരം അംഗീകരിച്ച് സമ്മതിച്ച വിവാഹ നിശ്ചയത്തിൻ്റെ അടയാളമായി ഞങ്ങളിപ്പോൾ വിവാഹാനന്തരമുള്ള കുടുംബ ജീവിതത്തിനായി ദൈവസന്നിധിയിൽ ഞങ്ങളെ വിനയത്തോടെ സമർപ്പിക്കുന്നു. ആമേൻ. ജിഷ്ണുവിൻ്റെയും ദീപ്തിയുടെയും വിവാഹ സമ്മതം പ്രഖ്യാപിക്കുകയും അടയാളമായി മോതിരം കൈമാറുകയും ചെയ്തിരിക്കുന്നതിനാൽ
ക്രിസ്തീയ മാതൃക പ്രകാരം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ പ്രസ്താവിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾ കരുള പാത്രത ഏതുമില്ല, നിന്റെ കൃപ എത്ര വിചിത്രമാഹോ. പാത്രത ഏതുമില്ല, നിന്റെ കൃപ എത്ര വിചിത്രമാഹോ. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തിരു നാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തിരു നാമത്തിനാദരവായി. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ജിഷ്ണുവിനെയും ദീപ്തിയെയും ദൈവകരങ്ങളിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് മുന്നോടിയായി കർത്താവെ പരസ്പരം മോതിരം കൈമാറി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം കെട്ടിപ്പടുക്കുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് ജനിച്ച് വളർത്തപ്പെട്ടതായിട്ടുള്ള അങ്ങയുടെ മക്കൾ ദൈവകൃപയിൽ ആശ്രയിച്ച് അവർ എടുത്തതായുള്ള തീരുമാനം ഏറ്റവും ഉചിതമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെ മാതാപിതാക്കൾ, വൈദികര്, ശുശ്രൂഷകര്, ഇവിടെയായിരിക്കുന്ന ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവര് എല്ലാവരെയും സാക്ഷി നിർത്തി ദൈവസന്നിധിയിൽ അവർ തീരുമാനമെടുത്തിരിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി ദൈവം അവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു മൂലം പ്രാർത്ഥനകളുടെ നല്ല പിതാവേ, ആമേൻ. വിഷ്ണു, പ്രിയ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, വന്യ പുരോഹിതരെ, സർവശക്തനായ ദൈവത്തിൻ്റെ അനാദി നിർണയപ്രകാരം ഈ പ്രിയ മക്കൾ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് സഭ, സമൂഹം, മാതാപിതാക്കൾ, സഹോദര കുടുംബങ്ങൾ, മറ്റ് ചാർച്ചക്കാർ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതിന് അടയാളമാണ് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ പ്രൗഢ ഗംഭീരമായ സദസ്സ്. ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഈ പ്രിയമക്കൾ എല്ലായ്പ്പോഴും ജീവിക്കണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും ആശംസയും പ്രാർത്ഥനയും. വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിലേക്കുള്ള പ്രവേശനത്തിന് നാന്ദിയായി നിങ്ങൾ പരസ്പരം ഉടമ്പടി ചെയ്യപ്പെടുന്നതിനുള്ള ഒരു മുദ്രണം ഇന്ന് നിങ്ങൾക്ക് ലഭ്യമായി. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് വളരെ സന്തോഷകരമായ ദിവസമാണ്. ദീപ്തിയുടെ സഹോദരനും കുടുംബവും അണ്ടർസ്റ്റാൻഡിട്ടോണാണ്. അവരുടെ സന്തോഷത്തോടെ ഇന്ന് ഈ സദസ്സിൽ പ്രവേശിതരായിരിക്കുന്നത് വളരെ അനുഗ്രഹീതമാണ്. നിങ്ങളുടെ ജീവിതയാത്രയിൽ ഈ വന്നിരിക്കുന്ന ആളുകൾ, എല്ലാ ആളുകളും ഇന്ന് വളരെ തിരക്കുണ്ട്. ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി അവർക്ക് നഷ്ടപ്പെടുത്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രതീക്ഷയും നിങ്ങൾ രണ്ടുപേരും മാതൃകയുള്ള ഒരു ക്രിസ്തീയ കുടുംബം രൂപപ്പെടുത്തി ഞങ്ങൾക്ക് മുൻപിൽ സന്തോഷത്തോടെ ജീവിക്കും. അതാണ് ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രതീക്ഷയും. അതുകൊണ്ടാണ് അവരുടെ തിരക്കുകൾ ഒഴിവാക്കി അവർ കുടുംബാംഗങ്ങളോടൊത്ത് ചെലവഴിക്കേണ്ടുന്ന സമയം മാറ്റിവെച്ച് നിങ്ങളുടെ ഈ സന്തോഷ നിമിഷത്തിൽ പങ്കുചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതീക്ഷ, അതാണ് നിങ്ങളെ ഞങ്ങൾ നോക്കുമ്പോൾ സന്തോഷത്തോടെ നിങ്ങളെ നോക്കുവാൻ, പ്രതീക്ഷയോടെ നിങ്ങളുടെ നോക്കുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇന്നു മുതൽ പരസ്പരം ദൈവസന്നിധിയിൽ വിനയപൂർവ്വം പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള നിങ്ങളുടെ ബന്ധം ഇതുവരെ നിങ്ങളുണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇനി വിവാഹ ദിവസം വരെ കുറച്ച് വയ്ക്കുന്നത് നല്ലതാണ്. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒഴിവാക്കുക. ഇനി ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടി ഞങ്ങൾക്ക് തുടരാം, അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായിട്ട്
അത് ഒഴിവാക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എല്ലാവരും ഉൾക്കൊള്ളണം എന്നില്ല, പക്ഷേ സ്വീകരിച്ചാൽ നന്നായിരിക്കും. ദൈവസന്നിധിയിൽ വിനയപ്പെടുക. നിങ്ങൾ എല്ലാ ദിവസവും പരസ്പരം പ്രാർത്ഥിക്കണം. ദീപ്തി പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് നല്ല മാതൃകയുള്ള ഒരു ഭാര്യയായി, ഒരു അമ്മയായി, കുടുംബിനിയായി ജീവിക്കാനുള്ള പ്രാപ്തിക്കായി പ്രാർത്ഥിക്കണം. വിഷ്ണു പ്രാർത്ഥിക്കേണ്ടത് നല്ലൊരു ഭർത്താവായി, നല്ലൊരു പിതാവായി, സമൂഹത്തിൽ ദൈവിക സാന്നിധ്യം വിളിച്ച് അറിയിക്കുന്ന ഒരു ഉത്തമ പുരുഷനായി ജീവിക്കുന്നതിനുള്ള കൃപയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം വിവാഹ ദിവസം വരെയും പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ ജീവിച്ച് ദൈവസന്നിധിയിൽ നിങ്ങൾ പരസ്പര ഉടമ്പടികൾ കൈമാറി വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന നിമിഷം വരെയും എല്ലാവിധമായുള്ള ദൈവാനുഗ്രഹവും നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പുരോഹിതർക്ക് വേണ്ടിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ മിത്രാദികൾക്ക് വേണ്ടിയും എല്ലാവിധമായുള്ള ആശംസകളും നേർന്നുകൊണ്ട് അടുത്തൊന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വസ്ത്രം കൈമാറുന്നത് നന്ദി അർപ്പിക്കുവാനായിട്ട് സ്നേഹം സാക്ഷ്യം. സ്നേഹവും ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മക്കളെ അനുഗ്രഹിച്ചതിന് നന്ദി. ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യത്തിൽ പങ്കെടുത്തിട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിരിക്കും. സ്നേഹവാനായ ദൈവമേ, ഈ ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെയും അവിടെ സാന്നിധ്യം പകർന്നതിനാണ് നിങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. തിരുഹിത പ്രകാരം ഈ മക്കളുടെ വിശുദ്ധ വിവാഹം നടത്തുന്നതിനായി ചെയ്യുന്ന എല്ലാ ഒരുക്കങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളും തമ്മിലെടുത്ത വാഗ്ദത്വങ്ങളും തീരുമാനങ്ങളും നിശ്ചയമായി പൂർത്തീകരിക്കുവാൻ അങ്ങയുടെ കൃപ കൊണ്ട് ഇവരെ സമ്പന്നരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങളെ പരിപാലിച്ച മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും സഭയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പ്രത്യേക സമയത്തോടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ പകർന്നതിനായി സ്തോത്രം. എല്ലാവരെയും കാത്തു പരിപാലിച്ച് ഈ മക്കളുടെ വിവാഹം കണ്ട് സന്തോഷിക്കുവാൻ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും വിവാഹം നിശ്ചയം ചെയ്ത ഈ മക്കളും പ്രിയപ്പെട്ട എല്ലാവരും പ്രത്യേകിച്ച് ശുശ്രൂഷയിലും നമ്മെല്ലാവരുടെ നീക്കിരിക്കുമാറാകട്ടെ. ആമേൻ. ഇരിക്കെ ഈ സമയത്ത് കേക്ക് കട്ടിങ് ഉണ്ടായിരിക്കുന്നതാണ്. അതിലൂടെ എല്ലാവരും പങ്കെടുക്കുവാനും അതിനുശേഷം നടക്കുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കുവാനും ഞാൻ ക്ഷണിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ അവരുടെ കൃപ പകർന്നതിനായി സ്തോത്രം. പ്രത്യേക പ്രിയ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുവാൻ പോവുകയാണല്ലോ നാഥ. ഈ കേക്കിനെ അങ്ങ് അനുഗ്രഹിച്ച് വാഴ്ത്തി നൽകണമേ നാഥ. പ്രത്യേകമായ സന്തോഷ നിമിഷത്തിൽ ആ സന്തോഷം എല്ലാവരിലേക്കും എത്തിക്കുവാനായി ഈ കേക്ക് അതിനു വേണ്ടി ഒരു മുഖാന്തരമായി തീരുമ്പോൾ പരിശുദ്ധ ദൈവമേ, കേക്കിലൂടെ ലഭ്യമാകുന്ന മധുരത്തിന് തത്തുല്യമായി വരുന്നാളുകളിൽ പ്രിയ കുഞ്ഞുങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും മറ്റുള്ളവർക്ക് ഒരു മധുരകരമായ ജീവിതം നയിക്കുവാനും അങ്ങ് സഹായിക്കണമേ. ഈ കേക്കിനെ അങ്ങ് അനുഗ്രഹിച്ച് വാഴ്ത്തി നൽകണമേ. കേക്ക് കട്ട് ചെയ്യുന്ന പ്രിയ കുഞ്ഞുങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും
കണ്ടാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂങ്കിരകൾ കായൽ തിരമാലകളാകെ തേടി വന്ന പൂവുകളായി പുൽക്കൂടിനരികിലായി ചേർന്നിരിക്കാം ചുംബന പൂവിതളെന്നിൽ ആദ്യാനുഭൂതികളായി ആദ്യാനുഭൂതികളിൽ ഞാൻ ഒഴുകി भीगी भीगी सड़कों पे मैं तेरा इंतजार करूं धीरे धीरे दिल की ज़मीं को तेरे ही नाम करूं खुद को मैं यूं खो दूं के फिर ना कभी पाऊं हौले हौले जिंदगी को अब तेरे हवाले करूं सनम रे तू मेरा सनम हुआ रे सनम रे तू मेरा सनम हुआ रे करम रे तेरा मुझ पे करम हुआ रे सनम रे तू मेरा सनम हुआ रे ഏതോ മഴയിൽ നന
പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ മാറിവിൽ മാഞ്ഞതും രാവുകൾ പോയതും നാമ